ദാരിദ്ര്യം വന്നുപെടുന്നതിനെ എല്ലാവരും ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അല്ലേ? ദാരിദ്ര്യം നീങ്ങി കിട്ടുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാ രാത്രിയിലും അൽവാഖിയ സൂറത്ത് ഓതുന്നവർക്ക് ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവം പറയാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലാണ്. അങ്ങനെ അദ്ദേഹത്തെ രോഗം സന്ദർശിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തുകയാണ്. അങ്ങനെ കൂടിക്കാഴ്ചയെല്ലാം നടത്തുന്നതിന്റെ ഇടയിൽ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, ഇബ്നു മസ്ഊദ് എന്നവരോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നറിയുമോ, എൻ്റെ ദോഷങ്ങളാണ്, പാപങ്ങൾ, ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഖലീഫ ചോദിക്കുകയാണ്, താങ്കളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഖലീഫ പറഞ്ഞു, താങ്കൾക്ക് ഒരു സഹായം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇബ്നു മസ്ഊദ് എന്നവര്, സഹോദര, എനിക്കതിൻ്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഖലീഫ പറഞ്ഞു, താങ്കളുടെ പെൺമക്കൾക്ക് താങ്കൾക്ക് ശേഷം അത് ഉപകരിച്ചേക്കുമല്ലോ, അതുകൊണ്ട് സഹായം തരാം. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ മക്കൾ ദരിദ്രരാകുമെന്ന ഭയം താങ്കൾക്കുണ്ടോ ഖലീഫ? എന്നാൽ ഒരിക്കലും താങ്കൾ അത് ഭയക്കേണ്ടതില്ല. കാരണം നിത്യവും സൂറത്തുൽ വാഖിയ ഓതാൻ ഞാൻ അവരെ ശീലിപ്പിച്ചിട്ടുണ്ട്. അൽവാഖിയ സൂറത്ത് പതിവായി ഓതിയാൽ ദാരിദ്ര്യം പിടിപെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എന്തിനു പേടിക്കണം? ഒരു സഹായത്തിൻ്റെയും ആവശ്യമില്ല. സൂറത്തുൽ വാഖിയ ഓതുന്ന കാലത്തോളം പ്രയാസങ്ങളോ ദാരിദ്ര്യങ്ങളോ അവർക്കുണ്ടാവുകയില്ല. മാഷാ അല്ലാഹ്. അതുപോലെ സൂറത്തുൽ കാഫിറൂനക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ രാത്രിയിലും വിരിപ്പിലെത്തിയാൽ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഷിർക്കിൽ നിന്ന് മോചനം നൽകുന്ന സൂറത്താണ്.